ജോബ് വീക്കിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ആഴ്ചയിൽ 10,000-ലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. SSLC-ക്കാർ മുതൽ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് വരെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ള ഒരാഴ്ചയാണിത്. LIC, സെൻട്രൽ സെക്ടർ ബാങ്കുകൾ, ഇൻഫോപാർക്ക്, ടെക്നോപാർക്ക്, കൂടാതെ കോഴിക്കോടുള്ള കിംഫ്ര, ഡൽഹി സർവീസ്, BSF ഇങ്ങനെ വിവിധ മേഖലകളിലേക്കുള്ള ആപ്ലിക്കേഷനാണ് ക്ഷണിച്ചിട്ടുള്ളത്. എന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ക്വാളിഫിക്കേഷൻ മാറ്റേഴ്സ്, സാലറി മാറ്റേഴ്സ്, എങ്ങനെ അപ്ലൈ ചെയ്യാം തുടങ്ങിയുള്ള മുഴുവൻ കാര്യങ്ങളും നോക്കാം. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ 841ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെയാണ് ഈ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. CA 30 വേക്കൻസികൾ, CS 10 വേക്കൻസികൾ, ആക്ച്വറിയൻ 10 വേക്കൻസികൾ, ലോ 30 വേക്കൻസികൾ ഉൾപ്പെടെ സ്പെഷ്യലിസ്റ്റ് തസ്തികകളിലേക്ക് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ ആൻഡ് സിവിൽ മേഖലയിൽ 50ഉം 31 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ 350ഓളം വരുന്ന ഇൻഷുറൻസ് ഓഫീസേഴ്സിൻ്റെ വേക്കൻസികളും ഇവിടെയുണ്ട്. അങ്ങനെയാണ് 841 വേക്കൻസികൾ കേട്ടോ. ഓരോ ക്വാളിഫിക്കേഷൻസ് വ്യത്യസ്തമായ ക്വാളിഫിക്കേഷൻസ് ആണ്. CA ആണെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായിരിക്കണം, CS ആണെങ്കിൽ അറിയാലോ. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് ഓരോ കാറ്റഗറികളിലേക്കുമുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. മറ്റൊന്ന്, ജനറൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള ഡിഗ്രി, ഇനി ഡിഗ്രി ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ 350 വേക്കൻസികളാണ് LIC റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വേക്കൻസികളെല്ലാം വരുന്നത് ബോംബെയിലെ കോർപ്പറേറ്റ് ഓഫീസിലും കൂടാതെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള സോണൽ ഓഫീസുകളിലേക്കുമായിട്ടാണ്. സോ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് ഇതാ സ്ക്രീനിൽ കാണുന്നു. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സാലറി 88,500 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് സ്കെയിൽ വെച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 8 രാജ്യത്തെ പ്രമുഖ IT പാർക്കുകളായ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് കൂടാതെ കോഴിക്കോടുള്ള കിംഫ്രയിലും വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേക്കൻസികളിൽ AI ഡെവലപ്പർ, സോഫ്റ്റ്വെയർ വിവിധ മേഖലകളിലെ ഡെവലപ്പേഴ്സിൻ്റേത് വരുന്നുണ്ട്. .NET ഡെവലപ്പേഴ്സ് ഉണ്ട്, ഫുൾ സ്റ്റോക്ക് ഡെവലപ്പേഴ്സ് ഉണ്ട്, സെയിൽസ് എക്സിക്യൂട്ടീവ്, സോഫ്റ്റ്വെയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഉണ്ട്, അക്കൗണ്ടൻറ്റ്, വീഡിയോ എഡിറ്റർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉൾപ്പെടെയാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കിംഫ്ര പാർക്കിൽ ജോബ് ഫെയറും അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 24 നടക്കുന്ന ജോബ് ഫെയറിൽ ഏകദേശം 200ഓളം വേക്കൻസികളാണ് വിവിധ കമ്പനികൾ ഓഫർ ചെയ്തിട്ടുള്ളത്. സോ എല്ലാ വേക്കൻസികളെ കുറിച്ചിട്ടുള്ള ഇമെയിൽ അഡ്രസ്സും ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ച് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്തുകൊണ്ട് ഓരോ ആപ്ലിക്കേഷനും കമ്പനികളുടെ സ്റ്റാറ്റസ് നോക്കിക്കൊണ്ട് നൽകാവുന്നതാണ്. BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ 1121 ഹെഡ് കോൺസ്റ്റബിളിനെ നിയമിക്കുന്നു. സ്ത്രീകൾക്കും അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. ക്വാളിഫിക്കേഷൻ +2 ആണ്. +2ൽ PCM ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് 60% മാർക്ക് വേണം. അല്ലെങ്കിൽ ITIക്കാർക്കും അപേക്ഷിക്കാം. ITIയിൽ പ്രിസ്ക്രൈബ്ഡ് ട്രൈഡ് പറയുന്നുണ്ട്, അവർക്കാണ് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. ശാരീരിക യോഗ്യത പുരുഷന്മാർക്ക് 168 ഉയരവും സ്ത്രീകൾക്ക് 157 ഉയരവുമാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. ഏജ് ലിമിറ്റ് 18 മുതൽ 25 വയസ്സ് വരെയാണ്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 23. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിൽ 500 ജനറലിസ്റ്റ് ഓഫീസേഴ്സിൻ്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 60% മാർക്കോട് കൂടിയുള്ള ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായിട്ട് വെച്ചിട്ടുള്ളത്. 63,000 മുതൽ 93,000 രൂപ വരെ സാലറി സ്കെയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. ഏജ് ലിമിറ്റ് വെച്ചിട്ടുള്ളത് 22 മുതൽ 35 വയസ്സ് വരെയാണ്. SC, ST, OBC, ഭിന്നശേഷിക്കാർക്കെല്ലാം നിയമാനുസൃതമായിട്ടുള്ള റിലാക്സേഷൻ ഏജ് കാര്യത്തിൽ വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് ഓഗസ്റ്റ് 30. സെൻട്രൽ റെയിൽവേയിൽ 2,418ഓളം വരുന്ന അപ്രന്റീസിനെ നിയമിക്കുന്നു. SSLC, ITI ആണ് യോഗ്യത വെച്ചിട്ടുള്ളത്. ഫിറ്റർ, വെൽഡർ, പെയിൻറ്റർ തുടങ്ങിയിട്ടുള്ള തസ്തികകളിലേക്കാണ് ഈ അപ്രന്റീസിനെ വെക്കുന്നത്. 7,000 രൂപ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന തസ്തികകളിലേക്ക് ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് അപ്പോയിൻമെൻറ്റ് ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. ആപ്ലിക്കേഷൻ നൽകുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 11.
SC/ST പ്രൊമോട്ടേഴ്സിനെ നിയമിക്കുന്നു. SC/ST വകുപ്പിലാണ് നിയമനം നടക്കുന്നത്. ജില്ലാടിസ്ഥാനത്തിൽ നിയമനമുണ്ട്. 1200ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 10,000 രൂപയാണ് ഹോണറേറിയമായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിശ്ചിത ഫോർമാറ്റിലുള്ള ഫോം ഫില്ലപ്പ് ചെയ്ത് മുഴുവൻ രേഖകളും സമർപ്പിക്കേണ്ടത് ജില്ലാ കേന്ദ്രങ്ങളിലാണ്. കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി തുടങ്ങിയ മേഖലകളിലാണ് ഇതിൻ്റെ ജോബ് സാധ്യത വരുന്നത്. ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയുള്ള ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 22 ഡൽഹി സബോർഡിനേറ്റ് സർവീസിലേക്ക് 615ഓളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 13 കെയർ ടേക്കർ, എഞ്ചിനീയർ, ടീച്ചർ ഉൾപ്പെടെയുള്ള വിവിധ വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സർവകലാശാലകളിൽ 300-ലധികം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വെറ്റിനറി സർവകലാശാല 25, കുസറ്റ്, ഹെൽത്ത് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റിയിലെല്ലാം വേക്കൻസികൾ കാണാൻ വേണ്ടി പറ്റും. കൂടാതെ സഞ്ജയ് ഗാന്ധി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 220ഓളം വരുന്ന പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റും. എല്ലാ ബുധനാഴ്ചകളിലും അപ്ഡേറ്റ് ചെയ്യുന്ന ജോബ് വീക്കിലി അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ജോബ് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ വി ക്യാൻ മീറ്റ് നെക്സ്റ്റ് വീക്ക്. താങ്ക് യു.